ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം ഞാൻ 2 മാങ്ങയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ നല്ല മാങ്ങാക്കാലമാണ്, നാട്ടിലൊക്കെ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് മാങ്ങ പൊട്ടിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച മാങ്ങയാണ്. ഇവിടെയും ഇഷ്ടം പോലെ മാങ്ങ നല്ല ഓഫറിനൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ മാമ്പഴക്കാലത്ത് നമ്മുടെ കുട്ടികൾ കളിച്ചൊക്കെ ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കും നല്ല ചൂടാണ്, അപ്പോൾ നമുക്ക് നല്ല രസമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. നമ്മൾ ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുത്ത് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ഡെസേർട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നോക്കാം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ മസ്താനിയാണ്. നിങ്ങളെല്ലാവരും ഒരുവിധം ആളുകളൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഡെസേർട്ടായിട്ട് മാംഗോ മസ്താനി വാങ്ങിച്ച് കഴിക്കാറുണ്ടാവും. അത് വളരെ സിമ്പിളാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ. നമുക്ക് ഫലൂഡി ഉണ്ടാക്കിയിരുന്നു ഞാൻ കഴിഞ്ഞ മാങ്ങ സീസണിൽ. ആ ഫലൂഡി ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടില്ല. അതുപോലെ ഞാൻ മാങ്ങയുടെ ഹൽവ ഉണ്ടാക്കിയിരുന്നു, അത്ര ബുദ്ധിമുട്ടുമില്ല. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാനിവിടെ 2 മാങ്ങ, നല്ല മധുരമുള്ള 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങയുടെ പേര് എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ഇതിവിടെ കിട്ടുന്ന മാങ്ങയാണ്. ഈ മാങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എങ്ങനെ വേണമെങ്കിലും നുറുക്കി, കുറച്ച് കഷ്ണങ്ങൾ നമ്മൾ ഫില്ലിങ് നമ്മളിതിൻ്റെ ഇടയിൽ ഇടാനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കണം. ബാക്കിയെല്ലാം കൂടി എടുത്ത് എത്ര മാങ്ങ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, നിങ്ങളുടെ ആളുകളുടെ എണ്ണം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാങ്ങ എടുക്കാം. ഞാനിപ്പോൾ 2 മാങ്ങ എടുക്കുന്നുള്ളൂ, എനിക്കിവിടെ കുറച്ച് പേരേ ഉള്ളൂ. അതെടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് പാല് പാകത്തിന് ഒഴിക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള പാല് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച്. ഇപ്പം ഞാൻ ഈ 2 മാങ്ങയ്ക്ക് ഒരു 3/4 കപ്പൊക്കെ പാല് ഞാൻ ഉപയോഗിക്കും. അതല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക, അതായത് ഫ്രീസറിലൊന്നും അല്ല കേട്ടോ, സാധാരണ പോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ആ പാലും ഈ മാങ്ങ തൊലി കളഞ്ഞ് നുറുക്കിയതും പിന്നെ 2-3 സ്കൂപ്പ് ഐസ്ക്രീം. ഞാൻ വാനില ഐസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. വാനില ഐസ്ക്രീമും ഞാൻ ജാക്ക് ഫ്രൂട്ടിൻ്റെ ചക്കയുടെ ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 2 കൂടിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാങ്ങയുടെ ഐസ്ക്രീം കിട്ടുകയാണെങ്കിൽ ഇട്ടാൽ കുഴപ്പമില്ല, വാനിലയുടെ ഐസ്ക്രീം ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും. അല്ലാണ്ട് വല്ല സ്ട്രോബെറി അല്ലെങ്കിൽ ചോക്ലേറ്റ് അതൊന്നും ഇടരുത് കേട്ടോ. അപ്പോൾ വാനില തന്നെ ഇട്ടാലും മതി. നമുക്ക് എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് വാനില ഐസ്ക്രീം ആണല്ലോ. ആ വാനില ഐസ്ക്രീമിന് 2-3 സ്കൂപ്പ് അതിടാം. കുറച്ച് പഞ്ചസാര ഇടാം. പഞ്ചസാര നിങ്ങളുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഇടാം. നമ്മൾ സാധാരണ അലുവയ്ക്ക് ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട് നാരില്ലാത്ത മാങ്ങ വേണം, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ പറയും നാരില്ലാത്ത മാങ്ങ വേണം. ഇതിനങ്ങനെയൊന്നുമില്ല, എങ്ങനത്തെ മാങ്ങ വേണമെങ്കിലും എടുക്കാം. ഇപ്പം എല്ലായിടത്തും മാങ്ങ ഇഷ്ടം പോലെ കൊഴിഞ്ഞു വീഴാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ നല്ല തണുപ്പോട് കൂടി കഴിക്കാം. അപ്പോൾ ഈ മാങ്ങ നുറുക്കിയതും ഐസ്ക്രീമും പാലും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മിക്സ് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. ഫ്രീസ് ചെയ്യൊന്നും വേണ്ട, ഫ്രിഡ്ജിൽ വെച്ച് ഒരുപാട് ദിവസം. ഇപ്പോൾ നാളെ ഉണ്ടാക്കാനുള്ളത് ഇന്നെടുത്ത് വെക്കൊന്നും വേണ്ട കേട്ടോ, ചിലപ്പോൾ അതിനൊരു സ്മെല്ല് ചേഞ്ച് വരും. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി, ഒന്ന് തണുപ്പിക്കുക. അതിനുശേഷം നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ് ടൂട്ടി ഫ്രൂട്ടി. അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനാണ്. ടൂട്ടി ഫ്രൂട്ടി നമുക്ക് എപ്പോഴും എല്ലായിടത്തും കിട്ടും. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, ഇതിൽ ബദാമും അണ്ടിപ്പരിപ്പാണുള്ളത് കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഉണക്കമുന്തിരി എടുക്കാം, പിസ്ത എടുക്കാം, പിന്നെ ഈത്തപ്പഴമൊന്നും എടുക്കരുത്, അത് ഇതിന് മാച്ചിങ് അല്ല. അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് എങ്ങനെയാണ് മാംഗോ മസ്താനിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളൊക്കെ മാങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മിക്സിയിൽ ഞാൻ മാങ്ങ ഇട്ടിരിക്കുകയാണ് ബാക്കിയുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനനുസരിച്ച് മാങ്ങ കൂട്ടണമെങ്കിൽ കൂട്ടാം. ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ നിരപ്പേ ഒന്ന് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് പാൽ ഒഴിച്ചു. ഇനി ഞാൻ ഇതിലോട്ട് പഞ്ചസാര ഇടാണ് കേട്ടോ. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നോക്കട്ടെ. ആദ്യം 3 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇടുന്നത്. മാങ്ങ നല്ല മധുരം ഉണ്ടെന്നാൽ നമ്മൾ പാലൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മാങ്ങയ്ക്ക് എങ്ങനെയാണ് വ്യത്യാസം വരികയെന്ന് അറിയില്ല, അപ്പോൾ അതുകൊണ്ടാണ്. ഇനി ഇതിലോട്ട് ഞാൻ ഐസ്ക്രീം ചേർക്കാൻ പോവാണ് കേട്ടോ. ഐസ്ക്രീം ചേർക്കുമ്പോൾ കണ്ടോ, ഞാനിവിടെ ആദ്യം എടുക്കുന്നത് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീമാണ്, ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം. നിങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല അത് ഇടണമെന്ന്, വാനില ഐസ്ക്രീം ഇട്ടാൽ മതി. ഞാനിവിടെ ഒരു സ്കൂപ്പ് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീം ഇട്ടു. ഇനി നമ്മൾ നോർമലി നമ്മുടെ വാനിലയുടെ ഐസ്ക്രീം ഒരു സ്കൂപ്പ് ഇട്ട് കൊടുക്കാം. 1-2 സ്കൂപ്പ് വാനില മാത്രം ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ജാക്ക് ഫ്രൂട്ടിന് പകരം വാനിലയുടെ കൂടെ വേറെ ഐസ്ക്രീമിയുടെ ചോക്ലേറ്റ് ഒന്നും ഇടരുത്. അങ്ങനത്തെ വേറെ സ്ട്രോബെറിയുടെ ഐസ്ക്രീമോ അങ്ങനെയൊന്നും ഇടരുത് കേട്ടോ. ഈ ചക്കയും മാങ്ങയും കൂടി ചെറിയൊരു ബന്ധമുള്ളത് കൊണ്ട് മാങ്ങയുടെ കൂടെ ചക്കയുടെ ഐസ്ക്രീമോ ഒക്കെയാണ്, വേറെ ഐസ്ക്രീമൊന്നും ഇടരുത്. ഇനി ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വാനില മാത്രം ഇട്ടാലും മതി. ഇനി നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകുറുവായിട്ടാണ് അടിച്ചെടുക്കേണ്ടത്, ഭയങ്കര വെള്ളം പോലെ അടിച്ചെടുക്കരുത്. പിന്നെ ഇത് അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ മാങ്ങ 1-2 കഷ്ണം ചെറുതായിട്ടൊന്ന് ക്രഷായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഭയങ്കരമായിട്ട് അങ്ങനെ അടിച്ചെടുക്കണമെന്നൊന്നുമില്ല, എന്നാലും ഒരുപാട് ലൂസായിട്ട് അടിച്ചെടുക്കരുത്. ഞാൻ മധുരമൊക്കെ നോക്കി പാകത്തിനുണ്ട്.
നല്ല പാകത്തിന് മധുരമുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടാലും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഐസ്ക്രീമിനൊക്കെ മധുരമുള്ളത് കൊണ്ട് ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഈ മധുരത്തിന്റെ അളവ്, പാലിന്റെ അളവ്, മാങ്ങയുടെ അളവ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാം. ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു അളവിന്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഒക്കെ നമ്മുടെ കയ്യിൽ മാങ്ങ ഇഷ്ടം പോലെ ഇപ്പൊ നാട്ടിൽ കിട്ടുമല്ലോ. അപ്പൊ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും. അപ്പൊ ഇഷ്ടം പോലെ മാങ്ങ എടുത്ത് പാകത്തിന് ഉണ്ടാക്കും. പക്ഷെ ഇതിങ്ങനെ ഈ മിക്സ് ഉണ്ടാക്കിയിട്ട് 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അത് ഉണ്ടാക്കിയാൽ ഒരു മിനിമം ഒരു അരമണിക്കൂറിനുള്ളതിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ. നമുക്ക് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് മാങ്ങ നമ്മുടെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ഒരു സ്കൂപ്പ് വാനില, പിന്നെ ഒരു സ്കൂപ്പ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി പിന്നെ നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഓരോ സ്കൂപ്പ് കൂടി ഐസ്ക്രീം ഇടാം. എന്നിട്ട് നമുക്കതിൻ്റെ പുറത്ത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറി അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുക. ഫ്രണ്ടിൽ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്. ചെറി ഉണ്ടെങ്കിൽ ചെറി വെച്ച് കൊടുക്കുക. ചെറിയൊക്കെ നാട്ടിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന സംഭവങ്ങളാണ്. ഞാൻ ബാക്കി 2 ഗ്ലാസും റെഡിയാക്കിയിട്ട് വരാം. മാംഗോ മസ്താനി ഇതേപ്പം നല്ല അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ മാങ്ങാക്കാലത്ത് ഇത് ഉണ്ടാക്കാതെ പോരുത്. എല്ലാവരും ഉണ്ടാക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികളുടെ വെക്കേഷനിൽ അടിപൊളിയായിട്ട് എല്ലാവരും ഇതൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.